പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. ഏവർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. ഇന്ന് പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ നിങ്ങളോടൊപ്പം എല്ലാ ഞായറാഴ്ച പോലെ ഇന്നും എത്തിയിട്ടുണ്ട്. സോ ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു ഷെയ്ഡ് ഓഫ് യെല്ലോ ആണ് കേട്ടോ. എന്നെ വീട്ടിലൊക്കെ എല്ലാവരും കളിയാക്കി എനിക്ക് മഞ്ഞ പ്രാന്താണെന്ന്. കാരണം പക്ഷേ ഈ മഞ്ഞല്ല, എനിക്ക് മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ്സ് ഉള്ള ഡ്രസ്സസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചൊരു ബ്രൈറ്റ് യെല്ലോ എടുത്തേക്കാം, ചേരുന്നുണ്ടോ എന്ന് നോക്കാമെന്ന്. സത്യത്തിൽ ഇത് നമ്മൾ മോണിറ്ററിൽ കാണുന്നതിനേക്കാട്ടിലും നേരെ കാണാൻ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ കളറിനെ എൻഹാൻസ് ചെയ്യുന്ന ജ്വല്ലറിയാണ്, പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ ജ്വല്ലറിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കയ്യിലിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഡയമണ്ട് ജ്വല്ലറിയാണ്. സോ ലുക്ക് അറ്റ് ദിസ്. ഇത് അങ്ങനെ ഭയങ്കര ഒരു വലിപ്പമുള്ള ടൈപ്പ് അല്ല. ദാറ്റ്സ് വൺ തിങ് അബൌട്ട് പോത്തീസ് സ്വർണ്ണമഹൽ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഏത് ഡ്രസ്സ് ഇട്ടാലും അതിന് ചേരുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ഉണ്ട്, അല്ലാതെ വലിയ വലിയ നെക്ലേസസ് മാത്രമല്ല. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് നെക്ലേസ്, ഇതും കണ്ടോ, ഇതും ഉള്ളു വളരെ സിമ്പിൾ വൺ പീസാണിത്. ഇതിങ്ങനത്തെ ഈ ഒരു വർക്കിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നു. ആൻഡ് അതിൻ്റെ കമ്മലും എന്താ ഭയങ്കര സിമ്പിളാണ്. സോ ഇറ്റ് ഗോസ് റിയലി വെൽ. നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് സിമ്പിളായിട്ടിട്ട് എവിടെ വേണമെങ്കിലും പോവാം. ആരും ഇങ്ങനെ എടുത്ത് നിൽക്കത്തില്ല, എന്നാൽ കണ്ടാൽ ഇറ്റ്സ് വെരി ക്ലാസിക്. അങ്ങനത്തെ ഒരു ജ്വല്ലറി ഡിസൈൻസാണ് പോത്തീസ് സ്വർണ്ണമഹലിൽ. കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ അതുപോലെ അതിനൊരു ചോക്കറായിരുന്നു പരിചയപ്പെടുത്തിയത്. അതും പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ ബ്യൂട്ടിഫുള്ളായ ഒരു ഡിസൈനാണ്. സോ പോത്തീസ് സ്വർണ്ണമഹലിൽ ഇതേപോലെയുള്ള ഫൈൻ ജ്വല്ലറിയും ഒരുപാടുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് കല്യാണത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ജ്വല്ലറിയും ഉണ്ട്. ഇപ്പോൾ ഇനിയും ഏപ്രിലിൽ അക്ഷയ തൃതീയ വരികയാണ്. അക്ഷയ തൃതീയയുടെ അന്നാണ് എല്ലാവരും സ്വർണം പർച്ചേസ് ചെയ്യണം. ഒരു പവനെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരു കോയിനെങ്കിലും എടുത്ത് വെക്കാൻ ഐശ്വര്യമുള്ളൊരു ദിവസം എന്ന് വിശ്വസിക്കുന്ന ഒരു ദിവസമാണ് ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വില കൂടി വരികയാണ്. അപ്പോൾ അന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് സ്വർണ്ണ വില കൂടി നിൽക്കുകയാണെങ്കിൽ ഐശ്വര്യമൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. ഇപ്പോൾ തൽക്കാലം ഐശ്വര്യം നമുക്ക് വേണ്ട എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിശ്വാസത്തോടൊപ്പം നിന്ന് അക്ഷയ തൃതീയയുടെ അന്ന് ഒരു സ്വർണം നമ്മുടെ വീട്ടിലേക്ക് വരണം എന്നൊരു വിശ്വാസം നമുക്ക് സാധ്യമാക്കുകയാണ്. കാരണം ഒരു പവന് വെറും 1000 രൂപ മാത്രം വെച്ച് കൊടുത്ത് നമുക്ക് ഇന്ന് ആ റേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം പോത്തീസ് സ്വർണ്ണമഹൽ തരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോത്തീസ് സ്വർണ്ണമഹലിലേക്ക് പോയിട്ട് 1000 രൂപ ഒരു പവന് കൊടുത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പവൻ്റെ റേറ്റ് ഇനി കൂടുവാണെങ്കിലും ഇന്നത്തെ റേറ്റിന് തന്നെ കിട്ടും, കുറയുവാണെങ്കിൽ ആ കുറഞ്ഞ റേറ്റിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ അതായത് ഇന്നത്തെ ഇപ്പോൾ ഏത് റേറ്റാണോ ആ റേറ്റിന് തന്നെ കിട്ടണം എന്നില്ല. ഇതിൽ നിന്നും കുറയുവാണെങ്കിൽ ആ കുറയുന്ന റേറ്റിനായിരിക്കും കിട്ടുക അന്ന്. ഓക്കെ, അപ്പം അക്ഷയ തൃതീയയുടെ അന്ന് വന്ന് നിങ്ങൾ സ്വർണ്ണം എടുക്കുന്ന സമയത്ത് ഏതാണോ കുറഞ്ഞ വില ആ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് സ്വർണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോത്തീസ് സ്വർണ്ണമഹൽ ഇങ്ങനെയുള്ള നല്ല ധാരാളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസും ഓഫേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷോറൂം തന്നെയാണ്. സോ എല്ലാവരും വിസിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് എന്തായാലും വാട്സാപ്പിലേക്കും നിങ്ങൾക്ക് പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വാട്സാപ്പിന്റെ നമ്പർ 8086011443. ഒന്നുകൂടി പറയാം, 8086011443 എന്ന നമ്പറാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ കോളർ റെഡിയാണ്. സ്വർണ്ണം കിട്ടുമോ നമുക്ക് നോക്കാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരായി സംസാരിക്കണേ? ദേവനന്ദ. ആന്റിക്ക് അറിഞ്ഞൂടെ? ആന്റിയുടെ അടുത്ത് എത്ര തവണ സംസാരിച്ചിട്ടുള്ള ദേവനന്ദയായത് അല്ലേ? അതന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ദേവനന്ദ കുട്ടി? എന്താണ് ഞായറാഴ്ച എന്താ ചെയ്യാറ്? പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് വിളിക്കും, പിന്നെ അത് കൂടാതെ വേറെ എന്തൊക്കെ ചെയ്യും? വേറെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞ് ഇരുന്ന് പഠിക്കും അല്ലേ? എക്സാം ആണ് നാളെ. ഏത് സബ്ജക്റ്റ് ആണ് നാളെ? മലയാളം സെക്കൻഡ്. അയ്യോ, അത് ഭയങ്കര പാടല്ലേ? ഇല്ല, സിമ്പിൾ ആണ്. സിമ്പിൾ ആണോ മലയാളം? ഏത് ഏറ്റവും പാട്? പാടായിട്ടുള്ള സോഷ്യൽ സയൻസ്. ഓഫ്, ഇത് പാടല്ലേ? നമ്മുടെ ചരിത്രം അല്ലേ?
ആ ഓ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ശരി, ഓക്കെ, സാരമില്ല. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ദേവനന്ദ കുട്ടി. 23. 23 ആണ് ദേവനന്ദ പറഞ്ഞിരിക്കുന്ന നമ്പർ. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. നോക്കിക്കോളൂ നോക്കിക്കോളൂ നോക്കിക്കോളൂ. അയ്യോ ദേവനന്ദ, വിഷമമായോ? ഇല്ല, അടുത്ത പ്രാവശ്യം വിളിക്കാം. അടുത്ത പ്രാവശ്യം വിളിക്കുക. ഞാൻ ഇതിനാ മഞ്ഞെടുത്തത് 23 അല്ലേ? അപ്പൊ ദേവനന്ദ പാട്ട് പാടുവോ? ഇല്ല. പാട്ട് പാടില്ല, വാശിയാണ് അല്ലേ? ശരി, ഓക്കെ. നമ്മുടെ ദേവകൃപ എന്നല്ലേ അരീതിയുടെ പേരെന്താ? ദേവികൃഷ്ണ. ദേവികൃഷ്ണ. ദേവികൃഷ്ണ എന്ത് ചെയ്യുന്നു? അവിടെ എന്തെടുക്കുവാ? ഇവിടെ ഇരിക്കണേന്ന്. ചുമ്മാ ഇരിക്കാണ്. ശരി, ഓക്കെ. അപ്പൊ ചുമ്മാ ഇരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയൂ കേട്ടോ. ആ ശരി എന്നാ, ഓക്കെ, ബൈ. പറയാം. ഓക്കെ, നമ്മളെ സ്ഥിരമായി വിളിക്കുന്ന 2 സഹോദരിമാരാണ്, ദേവനന്ദ, ദേവികൃഷ്ണ. ഇവർ രണ്ടുപേരും കേട്ടോ. നല്ല രസമാണ് രണ്ടുപേരോട് സംസാരിക്കാൻ. ഓരോ ഞായറാഴ്ചയും ഓരോരുത്തർ മാറി മാറിയാ. കഴിഞ്ഞ തവണ ദേവികൃഷ്ണനാണെന്ന് തോന്നുന്നു വിളിച്ചത്. ഇന്ന് ദേവനന്ദ വിളിച്ചു. ഇനി അടുത്ത ആഴ്ച ദേവികൃഷ്ണ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ റെഡിയാണെന്ന് നോക്കാം. ഹലോ, ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സുനിത. എവിടുന്ന് വിളിക്കണേ സുനിത? പൂജപ്പുര. ആഹാ, ശരി. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മക്കളൊക്കെ TV കാണുന്നു. ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പൊ TV ഒക്കെ കണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, മക്കളൊക്കെ? മോള് കല്യാണം കഴിഞ്ഞു. മോൻ പ്രൈവറ്റ് ജോബാണ്. ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി, അപ്പൊ ഇപ്പൊ നല്ല സ്വസ്ഥമായി രണ്ടുപേരും സെറ്റിൽഡ് ആയിരുന്നു അല്ലേ? ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പൊ ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നമ്പർ 70. ഏതാണ്? 70. ഓക്കെ, 70 ആണ് പറഞ്ഞിരിക്കുന്നത്. 70 ഏറ്റവും ഒടുവിലിരിക്കുന്ന നമ്പറാണ്. അതിൻ്റെ ഉള്ളിൽ സ്വർണം ഉണ്ടാവും എന്ന് തോന്നി അല്ലേ? നമുക്ക് നോക്കാം. 70 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ ചേച്ചി, സ്വർണം ഇല്ലല്ലോ. അടുത്ത പ്രാവശ്യം വിളിക്കാം. ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉച്ചയ്ക്ക്? സ്പെഷ്യൽ മീൻ കറിയേ ഉള്ളൂ. ഇന്ന് വേറെ ഒന്നുമില്ല. ഹസ്ബൻഡിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ ചോറൊക്കെ കഴിച്ചു. ഓക്കെ, ശരി ചേച്ചി. അപ്പം താങ്ക് യു സോ മച്ച്. അടുത്ത പ്രാവശ്യം വിളിക്കുക. ഓക്കെ, ബൈ. ഇതാണ് നമ്മൾ സ്ത്രീകളൊക്കെ വിചാരിക്കുന്നത്. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല. ഭർത്താവിന് ജോലിക്ക് പോകണം. അവിടെ ഭർത്താവ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും വെക്കും അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടി നമ്മളൊന്നും കരുതില്ല. ഇതാണ് നമ്മൾ സ്ത്രീകളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് കല. മരുന്നുകുഴിയിലാണ്. കല ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. വീട്ടിൽ ആരും ഇല്ലേ? ഒരു ബഹളവും ഇല്ലല്ലോ? ഉണ്ട്. ചേച്ചിയുടെ മോളുണ്ട്. മോനുണ്ട്. ആഹാ, മോളോ മോനോ? മോൻ. മോനാണ്. ശരി, ഓക്കെ. ശരി, പിന്നെ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുവാണോ കല ചേച്ചി? ഇല്ല, വെറുതെ ഇരിക്കണോ? ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? സിനിമ കാണാൻ ഇഷ്ടമാണോ? ബുക്ക് വായിക്കാനാണോ ഇഷ്ടം? പാട്ട് കേൾക്കാനും സിനിമ കാണാനും എല്ലാം ഇഷ്ടമാണ്. പാട്ട് കേൾക്കാനും സിനിമ കാണാനും പുസ്തകം വായിക്കാനും ഒക്കെ ഇഷ്ടമാണ് അല്ലേ? ശരി, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറഞ്ഞോളൂ. നമ്പർ 40 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 40ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. സ്വർണ്ണം ഒക്കെ ഇടാൻ ഇഷ്ടമാണോ? അതെന്തോന്ന് ചോദ്യം? അതെന്തൊരു ചോദ്യം. സ്വർണ്ണം ഇടാൻ ഇഷ്ടമില്ലാത്ത സ്ത്രീ ഉണ്ടോ ഈ ലോകത്ത്? ഇല്ലേ? ശരി, അപ്പൊ 40 തുറന്ന് നോക്കാൻ പോവാണേ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. എന്താണ്? എനിക്കും പറയണോ? മോള് പറയുന്നത്. കൊടുത്തോളൂ. പെട്ടെന്നാവട്ടെ. ഹലോ, ഇത് ആരാണ്? പേര് പറയൂ. ആയുഷ്. ഓക്കെ, ഏത് ക്ലാസ്സിൽ ആയുഷ്? 5th ഓക്കെ, അപ്പൊ ആയുഷ് അടുത്ത പ്രാവശ്യം ആയുഷ് തന്നെ വിളിക്കണം. അപ്പൊ നമുക്ക് സമയം എടുത്ത് സംസാരിക്കാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഹാപ്പി വീക്കെൻഡ്, ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് കലച്ചേച്ചിയുടെ ചേച്ചിയുടെ മോനാണെന്ന് തോന്നുന്നു, ആയുഷ് അല്ലേ? അപ്പോൾ ആയുഷ്, നമുക്ക് അടുത്ത ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ജിനേഷ്. ജിനേഷ് ആണോ? ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് ജിനേഷ്? ഞാൻ തലശ്ശേരി. ആഹാ, ഓക്കെ. എന്താണ് തലശ്ശേരിയുടെ പ്രത്യേകതകൾ? നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ കേട്ടിട്ടുണ്ട്. എന്നാലും തലശ്ശേരിക്കാരൻ എന്ന രീതിയിൽ എന്താണ് നാടിനോടുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം? എന്താണ്?
തലശ്ശേരി എന്ന് വെച്ചാൽ വളരെ മനോഹരമായ സ്ഥലമാണ്. ആ ബേക്കറി ആദ്യമായി വന്ന സ്ഥലമാണ്. പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോള്. ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലേ? ഫുട്ബോൾ ഭ്രാന്തന്മാർ ഏറ്റവും കൂടുതൽ ഫുട്ബോളിനോട് അത്ര ഭ്രാന്തമായ സ്നേഹമുള്ള ആളുകൾ അല്ലേ? അതെ 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 തീർച്ചയായും. അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു ഫുട്ബോളറിന്റെ ഒരു ഇതറിയില്ലേ, അത് തലശ്ശേരി അല്ലേ? മലപ്പുറം അല്ലെ? മലപ്പുറത്ത് അത് കണ്ടിരുന്നോ? മലപ്പുറം. ആ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു ബോൾ പോയിട്ട് തട്ടിയതാണ്. അത് കയറിയ ഇന്റർനാഷണലി ആൾക്കാരൊക്കെ കണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് എന്നുള്ള രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച നമ്മുടെ മലപ്പുറംകാരൻ്റെ ഒരു പയ്യനാണ്. കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ജിനേഷ് നല്ല പേര്. ജിനേഷ് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 12. ഓക്കെ 12ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ? ജിനേഷിന് എങ്ങനെയാ ഫുട്ബോളൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ അപ്പൊ 12 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. ജിനേഷേ നോക്കിക്കോളൂ. അയ്യോ സ്വർണ്ണം ഇല്ലല്ലോ ജിനേഷ്. ഓ വിഷമായോ? നിരാശായോ? വീണ്ടും ട്രൈ ചെയ്യാലോ? ആ പിന്നല്ല, വീണ്ടും ട്രൈ ചെയ്യണം. ഓക്കെ അപ്പൊ എന്തായാലും വിനേഷ് വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ. തലശ്ശേരിക്കാർക്കൊക്കെ ഞങ്ങളുടെ പ്രത്യേക നമസ്കാരം കേട്ടോ. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. ബൈ. ശരിക്കും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ള ഒരു പയ്യനാണ്. ഒന്നുമില്ല, വെറുതെ ഏതോ ഒരു നദിയുടെയോ പുഴയുടെയോ എന്തോ അവിടെ സൈഡിൽ പോയിട്ട് ബോൾ വെറുതെ ഒന്ന് തട്ടിയതാണ്. ഹീസ് എ ഫുട്ബോളർ, നന്നായിട്ട് കളിക്കും. അപ്പോൾ ആ ബോൾ തട്ടിയപ്പോൾ അത് രണ്ടും പാറപ്പുറത്ത് പോയി മുട്ടിയിട്ട് താഴെ വീഴുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ അതങ്ങ് ഭയങ്കര ഹിറ്റായി. എത്രയോ മില്യൺ വ്യൂസ് ഒക്കെ കിട്ടി. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ആൾ കയറി. അതാണ് സംഭവം. ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ആ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് അരുൺ. അരുൺ അവിടെ ടെലിവിഷന്റെ വോളിയം കുറയ്ക്കുക. കുറച്ച്. ഓക്കെ അരുൺ എവിടെ നിന്നാണ് വിളിക്കണേ? അരുൺ ഹലോ, ടെലിവിഷനിൽ ശ്രദ്ധിക്കാണോ? ഓക്കെ അരുൺ എവിടെ നിന്നാണ് വിളിക്കണേ പറയോ? ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കണേ. ശരി, എന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രൈവറാണ്. ഓക്കെ അരുണിന്റെ പരിചയത്തിലുള്ള കൂട്ടുകാരൊക്കെ ഇല്ലേ? കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ? ആ കൂട്ടുകാരിൽ എത്ര അരുണുണ്ട്? 3 അരുണുണ്ട് അല്ലേ? അതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ് അരുൺ. അത്രത്തോളം ആളുകൾക്ക് അരുൺ എന്നുള്ള പേരുണ്ട് അല്ലേ? അതാണ്. ഓക്കെ ശരി. അപ്പൊ അരുൺ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 67. ഓക്കെ 67ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അരുൺ ടെലിവിഷനിൽ നോക്കിക്കോളുക. ഞാൻ തുറക്കാൻ പോവാണ്. 67. അയ്യോ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സ്വർണ്ണം ഇല്ല. സാരില്ല അരുൺ, വീണ്ടും വിളിക്കുന്ന ഞായറാഴ്ച. അപ്പൊ ഓട്ടോ ഒന്നും ഇല്ല, റെസ്റ്റ് എടുക്കുകയാണ് വീട്ടില് അല്ലേ? ഓക്കെ അരുൺ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കാം. ഓക്കെ ശരി. ഓക്കെ അപ്പോൾ എനിക്ക് ഉറപ്പാണ് നമ്മുടെയൊക്കെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു അരുണെങ്കിലും ഉണ്ടാവും. എന്താണെന്നറിയില്ല, ആ ഒരു പേരിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ അച്ഛനമ്മമാരും മക്കൾക്കിടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ് അരുൺ എന്ന പേര്. ഏറ്റവും കോമൺ നെയിമാണ്. ഓക്കെ നമ്മുടെ അടുത്ത കോളർ ആരായിട്ട് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേശ്വരി. എവിടുന്നാ വിളിക്കുന്നേ? പ്രാവച്ചമ്പലം. ഓക്കെ തിരുവനന്തപുരം പ്രാവച്ചമ്പലം. പറയാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമ്മ? വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ശരി. അപ്പൊ എന്താ ചെയ്യാറോ? ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെ ചെയ്യും? എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ? ഇങ്ങനെ ടിവിയും കണ്ടൊക്കെ ഇരിക്കും. പാചകമൊക്കെ ചെയ്യുവോ അതോ ആളുണ്ടോ? പാചകമൊക്കെ ചെയ്യുവോ തനിയെ? പാചകമൊക്കെ ചിലപ്പോ ചെയ്യും, ആരെങ്കിലും വരും, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ ശരി. ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ രാജേശ്വരി അമ്മ. 50. ശരി, 50ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നോക്കാം. അമ്മയുടെ മക്കളൊക്കെ എവിടെയാണ്? എനിക്ക് മക്കളില്ല. ആഹാ, അത് ശരി. വേറെ കുടുംബാംഗങ്ങളൊക്കെ? അവരൊക്കെ ഇവിടെ അടുത്തുണ്ട്. ശരി. ഓക്കെ അപ്പൊ ഞാൻ 50 തുറന്നു നോക്കാൻ പോവാണ്. അമ്മ നോക്കിക്കോളൂ. ശരി. അയ്യോ സ്വർണ്ണം ഇല്ലല്ലോ രാജേശ്വരി അമ്മ. അതിന് കുഴപ്പമില്ല, നേരത്തെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടതുപോലെ എനിക്കൊരു ഓർമ്മ രാജേശ്വരി അമ്മയുടെ. ദീപ വിളിച്ചത്. അതാണ് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ.
അപ്പൊ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായി ഇപ്പൊ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുക. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ സ്വർണ്ണവർഷത്തിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ അറിയോ? ആദ്യം വിളിച്ച് ദേവനന്ദയെ പോലെയുള്ള കുട്ടികളും വിളിക്കും, ഇപ്പോൾ രാജേശ്വരി അമ്മയെ പോലെയുള്ള പ്രായം ചേർന്നവരും വിളിക്കും. അപ്പം പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളോട് സംസാരിക്കാം എന്നുള്ളതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ. ആ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ് ഈ മിടുക്കൻ? അജിത്ത്. അജിത്ത് എന്നാണോ പേര്? അജിത്ത്. ആരാ? എന്താ മോനെ പേര്? സഞ്ജു. അജിത്ത് സഞ്ജു. അജിത്ത് സഞ്ജു എന്നല്ലേ? അല്ല. ഓക്കെ, സഞ്ജു. അദിത് സഞ്ജു. ആ, അദിത് സഞ്ജു. ഷോ, ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നേ. ശരി, അപ്പം സഞ്ജു എന്നാണോ വീട്ടിൽ വിളിക്കുന്നേ? എന്താ വീട്ടിൽ വിളിക്കാറ്? കണ്ണൻ. കണ്ണൻ എന്നാ വീട്ടിൽ വിളിക്കുന്നത്. അത് മതി, നമുക്ക് കണ്ണൻ മതി. നമുക്ക് ഈ ആദ്യത്തെ സഞ്ജു ഒന്നും ഇപ്പൊ വേണ്ട കേട്ടോ. അതൊക്കെ അങ്ങ് സ്കൂളിൽ. ഓക്കെ, ശരി. അപ്പൊ കണ്ണൻ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ആഹാ, ഒന്നിലാണ്. എങ്ങനെയുണ്ട്? ഒന്നിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? ആരാ കൂട്ടുകാരന്റെ പേര് പറയാമോ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയോ? റയാൻ എന്നാണോ? വെരി ഗുഡ്. റയാൻ. മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും ടീച്ചറിനെ ഒക്കെ ഇഷ്ടമാണോ? ആഹാ, ഇഷ്ടമാണ്. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ മോനു. 65. ഓക്കെ, ഇത് കണ്ണൻ ഇഷ്ടമുള്ള നമ്പറാണോ കണ്ണന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള നമ്പറാണോ? ശരി, അപ്പൊ 65 തുറന്ന് നോക്കാൻ പോവാ. 65 നോക്കിക്കോളൂ. അയ്യോ കണ്ണാ, സാരില്ല ചക്കരെ, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ കേട്ടോ. ഇനി വിളിക്കണം. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാട്ട് പാടി തരണം കേട്ടോ. ഇപ്പൊ പാടാമോ? എന്നാ പഠിക്കോ, പെട്ടെന്ന് പഠിക്കോ. നാണായോ? അയ്യോ, പാട്ട് പാടാ. എന്നാ പാടിക്കോന്ന് പറയുമ്പോഴത്തേക്ക് ആള് കട്ട് ചെയ്തൊരു ഒറ്റ ഓട്ടം. ശരി, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശരത് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ശരത് തന്നെയാണോ? അല്ല, ഇത് വേറെ ശരത്. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പറിലേക്ക് പോകുന്നതിന് മുമ്പ് എവിടുന്നാ വിളിക്കണേ ശരത്? എവിടുന്നാ? പോണേക്കര. ഓക്കെ, ശരി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ചെയ്യുന്നേ? എയർപോർട്ടിലോ? ഓക്കെ, എയർപോർട്ടിലാവുമ്പം ഒരുപാട് രംഗങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. ആളുകൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എയർപോർട്ടിനുള്ളിൽ ഏത് ഭാഗത്താണെന്ന് എനിക്ക് അറിയില്ല. വിഭാഗത്തിലാണെന്ന് എനിക്ക്. ചെക്ക് ഇൻ കൗണ്ടർ സ്റ്റാഫാണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എന്തായാലും എയർപോർട്ടിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ, ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മളോട് പങ്കുവെക്കാൻ? അങ്ങനെയൊന്നും ഇപ്പൊ ഓർത്തെടുക്കാനില്ല. ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ശരത്. 44. ഓക്കെ ശരത്, 44ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശരത് നോക്കിക്കോളൂ, തുറക്കാൻ പോവാണേ. അയ്യോ ശരത്തേ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല. അപ്പം നാളെ പോണം ജോലിക്ക് അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഇന്ന് വിളിച്ച കിട്ടിയ കാര്യമൊക്കെ അവിടെ എല്ലാവരോടും പറയാ. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു ശരത്, ടേക്ക് കെയർ, ബൈ. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ വിളിച്ച ആർക്കും തന്നെ ഇന്ന് സ്വർണം കിട്ടിയിട്ടില്ല. പക്ഷേ ഇനി സമയമുണ്ടല്ലോ, അതൊരു വാട്സാപ്പിലൂടെ നമുക്ക് സമയമുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും കണ്ടിരിക്കുക. ഇത് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷമാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് തുടരാം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല,
തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇത് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. ഞാൻ ആദ്യമേ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടിരിക്കുന്ന ജ്വല്ലറിനെ കുറിച്ച്. ഈ ജ്വല്ലറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ് കേട്ടോ. ഇതൊരു ഡയമണ്ട് സെറ്റാണ്. പക്ഷേ ഡയമണ്ട് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വലിയ നെക്ലസ് ഒക്കെയാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ഇത് ഭയങ്കര ഫൈൻ വർക്കാണ്. അപ്പോൾ ഈ സൽവാറിൻ്റെ ഈ ഒരു വർക്കില്ലേ, ഈ ഒരു വർക്കിനോടൊപ്പം നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഡിസൈനാണ്. ഇങ്ങനത്തെ ഡിസൈൻസ് നമുക്ക് എല്ലായിടത്തും കണ്ടു കിട്ടില്ല. ഇത് പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ അതിന് തന്നെ സെറ്റ് ഒരു മാലയുണ്ട്, അതേപോലെ ഒരു വളയുണ്ട്. വളയും ഒരു ഡയമണ്ടിൻ്റെ വളയാണ്. സോ ഇറ്റ്സ് ഗോസ് റിയലി വെൽ. എല്ലാം കൂടെ നല്ലൊരു മാച്ചാണ്. ഈ ഒരു ചുരിദാറിനോടൊപ്പം നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടൊന്നുമില്ല, കാരണം ഇതിൽ തന്നെ കുറച്ച് അത്യാവശ്യം വർക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് എല്ലായിടത്തും കിട്ടില്ല എന്ന് വെച്ചാൽ പല ജ്വല്ലറിയിലും ഡയമണ്ട് എന്ന് അല്ലെങ്കിൽ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ജ്വല്ലറിയാണ് വരാറുള്ളത്. പക്ഷേ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് ഫൈൻ ജ്വല്ലറിയാണ്. നമുക്കൊട്ടും മടുപ്പ് തോന്നത്തില്ല, അങ്ങനത്തെ ജ്വല്ലറിയാണ്. പോത്തീസ് സ്വർണ്ണമഹൽ ട്രിവാൻഡ്രത്ത് നല്ലൊരു ഓഫറും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അക്ഷയ തൃതീയയുടെ ഓഫറാണ്. അക്ഷയ തൃതീയ ഏപ്രിൽ, ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഏപ്രിലാണ് വരുന്നത്. അപ്പോൾ ഏപ്രിൽ എനിക്കൊന്ന് 30 ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വർണം പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഐശ്വര്യമാണ് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സ്വർണം പർച്ചേസ് ചെയ്യാൻ പോകുമ്പം സ്വർണ്ണ വില ഇന്നത്തേനെക്കാട്ടിലും കൂടാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതൊരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പോത്തീസ് സ്വർണ്ണമഹലിൽ 1000 രൂപ ഒരു പവന് കൊടുത്ത് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഉപയോഗിക്കുക, കാരണം അത് നല്ലൊരു സ്മാർട്ട് ഡിസിഷൻ ആയിരിക്കും. കാരണം ഇപ്പം നമ്മൾ റേറ്റ് ബ്ലോക്ക് ചെയ്താൽ ഈ റേറ്റോ അല്ലെങ്കിൽ ഇതിനൊക്കെ കുറഞ്ഞ റേറ്റിനോ ആയിട്ട് കിട്ടാനുള്ള അവസരമാണ് ലഭിക്കുക. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാവരും പോയി അത് ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, സ്വർണം വാങ്ങാൻ ഇഷ്ടമുള്ളവർ ബ്ലോക്ക് ചെയ്യുക. നമുക്ക് വാട്സാപ്പിലേക്ക് സ്വർണ്ണവർഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. വാട്സാപ്പിലൂടെയും സ്വർണ്ണവർഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. 8086611443 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ആ നമ്പറിലേക്ക് ഒരിക്കലും വിളിക്കരുത്, ഓൺലി ഫോർ വാട്സാപ്പ്. ഓക്കെ, അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ, ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സലീന. അലീന, എവിടുന്നാ വിളിക്കുന്നേ? ഞാന് കുറ്റോടുന്നു. കുറ്റോട്. ശരി, ഓക്കെ. സലീന, എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. ആഹാ, ഭയങ്കര സന്തോഷമാണല്ലോ സലീന. എപ്പോഴും നല്ല ചിരിയാണോ? നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചില ആളുകളൊക്കെ ഭയങ്കര സീരിയസാ, പക്ഷേ സലീന വിളിച്ചപ്പോ കിട്ടിയല്ലോ സന്തോഷം. അതാ ആ സന്തോഷം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക. അങ്ങനെ അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് സലീന? വീട് ഹസ്ബൻഡും 2 മക്കളും ഉമ്മായി. അത് ശരി, ഓക്കെ. അപ്പം ഞായറാഴ്ച ആയിട്ട് എല്ലാവരും ഉണ്ടോ വീട്ടിൽ? ഒരുമിച്ചിരിക്കുകയാണോ? വീട്ടില് ഉണ്ടെല്ലാവരും. ഞങ്ങൾക്ക് ചെറിയൊരു കടയുണ്ട് അടുത്ത്, കട. ആഹാ, അത് ശരി. അപ്പൊ ഞാനിങ്ങോട്ട് പോകുന്ന വഴിക്കാണ് എനിക്ക് ലൈൻ കിട്ടിയത്. ആഹാ, അത് ശരി. എന്തൊക്കെയാണ് സന്തോഷം. ആ ബേക്കറിയിലെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്? അങ്ങനെയല്ല, നമ്മൾ സാധാരണ ഇങ്ങനെ എന്താണ് ഇങ്ങനെ പൊരി സാധനങ്ങള് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആണ്. വലിയതല്ല, മനസ്സിലായി. വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുവോ അവിടെ? വീട്ടിൽ വറക്കുന്ന ഉപ്പേരി, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വെക്കും. അതേ സമയമൊന്നും ഇല്ല, പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള സമയത്ത് ഹസ്ബൻഡ് സഹായിക്കും. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സലീന. നമ്പർ 14. 14ന്റെ ഉള്ളിൽ നമുക്ക് സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ സലീന, എങ്ങനെയാണ് വീട്ടിലൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടാണോ? ഇപ്പൊ കടയിലേക്ക് വന്നപ്പോഴല്ലേ വിളിച്ചത്? കടയിലേക്ക് വരുന്ന വഴിക്ക് വിളിച്ചപ്പോ കിട്ടി. അതാണ് ടിവി കാണാൻ പറ്റുന്നില്ലേ, ഞാനിങ്ങോട്ട് വന്നത്. എങ്ങനെയാണ് സലീന, ACV ഒക്കെ കാണാറുണ്ടോ? വീട്ടിൽ ഏഷ്യാനെറ്റിന്റെ കേബിൾ ആണോ? വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. കിട്ടും, ചിലപ്പോ വാട്സാപ്പ് അയക്കും. ഇതിപ്പോ ഞാൻ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പൊ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് ഹസ്ബൻഡ് വീട്ടിലോട്ട് പോയ സമയത്തിന് ഞാൻ കടയിലോട്ട് വന്നതാണ് ഇരിക്കാൻ കുറച്ചു നേരം. ശരി, അപ്പൊ അങ്ങനെ സമാധാനമായിട്ട് ഇരുന്നോളൂ. നമുക്ക് 14 തുറന്നു നോക്കാം. ഓക്കെ, 14ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ? കൺഗ്രാറ്റുലേഷൻസ് സലീന.
എനിക്ക് വയ്യ. എന്നാലും വിളിക്കാൻ കണ്ട ആ ഒരു സമയം, വിളിക്കാൻ തോന്നിയ ആ ഒരു നിമിഷം ഭയങ്കര ഭാഗ്യമുള്ളൊരു നിമിഷമാണ് കേട്ടോ. അതല്ല, കടയിൽ വന്നിരുന്ന് വിളിക്കുകയാണ്. TV കണ്ടിട്ട് പോലും ഇല്ല, കണ്ടതുപോലും ഇല്ല. സമയം അറിയാമല്ലോ, 12 തൊട്ട് 1 മണി വരെ ഞാൻ എല്ലാ ആഴ്ചയിലും വിളിച്ചോണ്ടിരിക്കുന്ന ആളാണ്. അതാണ് ഞാൻ കറക്റ്റ് കടയിൽ വന്നിരുന്നിട്ട് എനിക്ക് ഈ സമയത്ത് ആളും ഇല്ല, അതുകൊണ്ട് വിളിക്കാനും പറ്റും. അപ്പൊ സമാധാനം, തിരക്കും ഇല്ലാണ്ട് വിളിക്കാൻ പറ്റി, വിളിച്ചു കിട്ടി, 14-നുള്ളിൽ സ്വർണവും കിട്ടി. അപ്പൊ അടിപൊളി, സന്തോഷിക്കുക, അടിച്ചു പൊളിക്കുക. വീട്ടിൽ വിളിച്ച് എല്ലാവരോടും പറയൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സലീനയാണ്. സ്ഥലം ഏതാ സ്ഥലം ഞാൻ മറന്നുപോയി, പക്ഷെ സലീനയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ആദ്യത്തെ സ്വർണം കുറ്റോട് എന്ന സ്ഥലത്ത് നിന്ന് വിളിച്ച് സലീനയ്ക്കാണ്. കൺഗ്രാറ്റുലേഷൻസ് സലീന. വീണ്ടും വിളിക്കുക, അടുത്ത ആഴ്ച വീണ്ടും ട്രൈ ചെയ്യുക. സ്വർണം എത്തുമ്പോൾ ഞങ്ങളെ സന്തോഷം വിളിച്ചറിയിക്കുക, ഒന്നുകൂടെ ശ്രമിക്കുക. ഓക്കെ, അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആര്യാനന്ദ് അല്ലേ? നല്ല പേരാണല്ലോ ആര്യാനന്ദ്. ഭയങ്കര ഒരു ഗംഭീര പേര്. ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു കാഠിന്യമുള്ളൊരു ഒരു വലിയ രാജാവിന്റെ ഒക്കെ പേര് പറഞ്ഞല്ലോ, ആര്യാനന്ദ് നമുക്ക് പറഞ്ഞല്ലേ. അതാണ്. എന്താ ചെയ്യുന്ന ആര്യാനന്ദ്? 10ല് പഠിക്കാണ്. അതിന്റെ ക്ഷീണമാണല്ലോ സൗണ്ടില്, ആണോ? എങ്ങനെയാണ് 10ല്? ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ? ബുദ്ധിമുട്ടാണോ? ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലേ? എന്താണ് 10 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ആഗ്രഹം? ഏതെടുക്കണം അടുത്ത വിഷയം? കൊമേഴ്സ് എടുത്തിട്ട് എന്താവണം? അങ്ങനെ തീരുമാനിച്ചിട്ടില്ലേ? ശരി, ഓക്കെ. അപ്പൊ ആര്യാനന്ദ് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 47 ആര്യാനന്ദ് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം, നോക്കിക്കോളൂ. തുറക്കാൻ പോവാണ്. അയ്യോ, ആര്യ സ്വർണ്ണ ഇല്ല. ഓ, സാരില്ല. വീട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ എല്ലാവരും? അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാ. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കുക. പരീക്ഷ തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ല. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പരീക്ഷയൊക്കെ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ നന്നായി എഴുതൂ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് ആര്യാനന്ദാണ്. ആര്യാനന്ദ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. പക്ഷെ സ്വർണം കിട്ടിയിട്ടില്ല. അത് സാറില്ല, സ്വർണ്ണത്തെ കാര്യം നന്നായിട്ട് പഠിക്കുക, മാർക്കൊക്കെ വാങ്ങുക, ജയിക്കുക. ഓക്കെ, അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അനിൽകുമാർ. എവിടുന്ന് വിളിക്കണേ അനിൽകുമാർ? ആലപ്പുഴ കുട്ടനാടാണ്. ആഹാ, കുട്ടനാട് അല്ലേ? ധാരാളം പ്രത്യേകതകളുള്ള കുട്ടനാട് അല്ലേ? പിന്നെ ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലം, നമ്മുടെ നാട്ടും പ്രദേശം അല്ലേ? പിന്നെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട്, അതിപ്പം മീനാണെങ്കിലും മുട്ടയാണെങ്കിലും എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് അവിടെ എപ്പോഴും കാണാറുണ്ട്. ആലപ്പുഴ കുട്ടനാട് ഭാഗത്തൂടെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് സൈഡിലൊക്കെ താറാവ് മുട്ട എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് അവിടുത്തെ കായലിൽ നിന്ന് തന്നെ കിട്ടുന്നത് അല്ലേ? അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ നമുക്ക് നോക്കാം. ഇന്ന് സ്വർണം കിട്ടുമോ നോക്കാം. നമ്മുടെ അനിൽകുമാറിന്റെ നമ്പർ പറഞ്ഞോളൂ. 58. ശരി, 58ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 58 ഞാൻ തുറക്കാൻ പോവാണ്, നോക്കിക്കോളൂ. അയ്യോ, സ്വർണം ഇല്ലല്ലോ അനിൽകുമാർ. സാരില്ല, വീണ്ടും വിളിക്കുക. ഓക്കെ, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച്, ബൈ. നമ്മളെ വിളിച്ചത് കുട്ടനാടൻ കായലിലെ കിട്ടുവെള്ളം, അവിടെ കുട്ടനാടിൽ നിന്ന് നമ്മുടെ അനിൽകുമാറാണ് വിളിച്ചത്. പക്ഷെ സ്വർണം കിട്ടിയിട്ടില്ല. നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ജയകുമാർ. എവിടുന്ന വിളിക്കണേ ജയകുമാർ? പൂജപ്പുര. മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങളൊക്കെ പറയോ? 2 പ്രാവശ്യം സ്വർണം കിട്ടിയിട്ടുണ്ട്. അതന്നെ, അതാണ് സന്തോഷം അല്ലേ? ഇനി 3ാം തവണ ഹാട്രിക് അടിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് മിസ്റ്റർ ജയകുമാർ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ശരിയല്ലേ? അതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം, പോരാട്ടം തുടങ്ങാം. ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 53. 53ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടാവുമോ? ജയകുമാർ ഫ്രം പൂജപ്പുര. നമുക്ക് നോക്കാം. 53 ഞാൻ തുറക്കാൻ പോവാണ്. ഓക്കെ,
അയ്യോ, ഇത്തവണ സ്വർണ്ണം ഇല്ലല്ലോ ജയകുമാർ. ആ, അടുത്ത തവണ കിട്ടും. അടുത്ത തവണ കിട്ടും, അത്രേ ഉള്ളൂ. സ്വർണ്ണവർഷം ഇനി ഉണ്ടല്ലോ, എത്ര എപ്പിസോഡുകൾക്ക് എടുക്കുന്നു. ഇനി വിളിക്കാം അടുത്ത പ്രാവശ്യം കേട്ടോ. ശരി. കഴിഞ്ഞ 2 തവണ സ്വർണം കിട്ടിയിട്ട് വീട്ടുകാർക്കൊക്കെ എന്ത് കൊടുത്തു? ട്രീറ്റ് ഒക്കെ കൊടുത്തോ? സെലിബ്രേറ്റ് ചെയ്തോ? ആഘോഷം ഉണ്ടായിരുന്നോ? ആ, ആഘോഷമായിരുന്നു. ആഘോഷമായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇനി ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. അടുത്ത തവണ വിളിക്കൂ കേട്ടോ. താങ്ക് യു, ബൈ. ശരി, അപ്പൊ നമുക്ക് ഇന്ന് സലീന ചേച്ചി ഒരാൾക്കാണ് ഇതുവരെ സ്വർണം കിട്ടിയിട്ടുള്ളത്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? നയന ആ ടെലിവിഷന്റെ വോള്യൂം കുറച്ചാട്ടെ. മ്യൂട്ട്. ആ, അതും കേൾക്കുന്നുണ്ട്. യു കുറച്ചില്ലേ ഇതുവരെ? വോള്യൂം കുറച്ചിട്ടില്ലേ നയന? കുറച്ചു. ശരി, നയന ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 6ലാണ് പഠിക്കുന്നേ അല്ലേ? അപ്പൊ പരീക്ഷയൊക്കെ തുടങ്ങിയോ? നാളെ തുടങ്ങും. നാളെ ഏതാ? മലയാളമാണോ? ഇംഗ്ലീഷ് എങ്ങനെയാ? എളുപ്പമാണോ? കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ അധികം നമ്മൾ നോക്കാറില്ല. എളുപ്പമാണെന്നുള്ളൊരു വിചാരമാണ് എല്ലാവർക്കും. ശരി, ഓക്കെ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ നയന. 42 നയന പറഞ്ഞിരിക്കുന്നത്. എന്താണ് 42 പറയാനുള്ള കാരണം എന്താ നയന? ശരി, 42 തുറക്കാം. നോക്കിക്കോളൂ. അയ്യോ, എന്താ നയന 42 സ്വർണ്ണം ഇല്ലല്ലോ. നയന ഒരു പാട്ട് പാടിത്തരുന്നോ? നമുക്ക് ഈ വിഷമം മാറ്റാൻ ഒരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിക്കാം. ഓടിയാ? ശരി, ഓക്കെ നയന, താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച വിളിക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. നമ്മളെ വിളിച്ചത് നയനക്കുട്ടിയാണ്. ഇപ്പം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പരീക്ഷയാണ്. അപ്പം പഠിച്ച് ഇങ്ങനെ വട്ടായിരിക്കുന്നതിൻ്റെ ഇടയിലാണെന്ന് തോന്നി ഇന്ന് കുറേ കുട്ടികൾ വിളിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ആ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് രാജു. എവിടുന്ന് വിളിക്കണേ രാജു? എവിടുന്നാ? ചുള്ളിമാനൂർ. ഓക്കെ, ശരി. ഓക്കെ, എങ്ങനെയാണ് അവിടെ ACB ഒക്കെ കാണാറുണ്ടോ? അതെ, കാണാറുണ്ട്. ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ സ്വർണ്ണവർഷത്തിലേക്ക്? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 13. ഓക്കെ, 13ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു 14ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടായിരുന്നു. പോയ നമ്പറാണ്. 13ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ നമുക്ക് നോക്കാം. തുറക്കട്ടെ. നോക്കിക്കോളൂ. അയ്യോ, സ്വർണം ഇല്ലല്ലോ. സാരില്ല. നിരാശായോ? സന്തോഷമായി. വിളിച്ച് കിട്ടിയതിൽ സന്തോഷം അല്ലേ? താങ്ക് യു സോ മച്ച് ചേട്ടാ. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു. ഓക്കെ, ബൈ. നല്ല ജോളി ആയൊരു കോളർ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 12, 13, 14 അടുപ്പിച്ച് പോയിട്ടുണ്ട്. അതിനകത്ത് 14 മാത്രം സ്വർണ്ണം ഉണ്ടായിരുന്നു. ബാക്കി പോയതിലൊന്നും സ്വർണ്ണം ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത കോളർക്ക് ഭാഗ്യമുണ്ടോ നോക്കാം. ഹലോ. കട്ട് ചെയ്തിട്ട് പോയി. ഒട്ടും ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കട്ട് ചെയ്തിട്ട് രണ്ടാമത് വിളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടുമ്പോൾ ചിലപ്പോൾ സ്വർണവും കിട്ടും. ഭാഗ്യം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ആയിരിക്കും ചിലപ്പം. എന്തായാലും വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജസ് ഇടുക. അതിനുള്ള നമ്പർ 8086011443 ആണ്. ഇതിൽ ഏത് നമ്പറിലാണോ സ്വർണ്ണം ഉണ്ടാവുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ നമ്പർ, അതോടൊപ്പം നിങ്ങളുടെ പേരും എവിടുന്നാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുള്ള സ്ഥലവും കൂടി നിങ്ങൾ മെസ്സേജ് ഇടണം. അപ്പോൾ ആ നമ്പറിലേക്ക് നമ്മൾ ഇവിടുന്ന് തിരിച്ച്, നിങ്ങൾക്ക് സ്വർണ്ണം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഇവിടുന്ന് തിരിച്ച് വിളിച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സ്വർണ്ണം അയച്ചു തരുന്നതായിരിക്കും. മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും അയച്ചു തരും എന്നല്ല കേട്ടോ പറയണേ. അയച്ചിട്ട് നമുക്ക് കോൾസിനകത്ത് വരാത്ത നമ്പർ വാട്സാപ്പിലുണ്ടെങ്കിൽ അതിൽ സ്വർണ്ണമുണ്ടെങ്കിൽ അവർക്കായിരിക്കും നമ്മൾ വിളിച്ചിട്ട് സ്വർണ്ണം അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം മെസ്സേജസ് അയക്കുക. ആ നമ്പറിലേക്ക് ഒരു കാരണവശാലും വിളിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് പറയാമോ? ഹലോ. ഹലോ, പേര് പറയൂ. സുമിത. ഓക്കെ, എവിടുന്നാ വിളിക്കണേ സുമിത? പത്തനംതിട്ട. എന്ത് ചെയ്യുന്നേ? എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണോ? വർക്കിംഗ് ആണോ? ഹൗസ് വൈഫ് ആണ്. മക്കളൊക്കെ? മക്കള് 2 പിള്ളേര്. പഠിക്കാണോ?
രണ്ടുപേരും പഠിക്കുക. രണ്ടുപേരും പഠിക്കുകയാണ്. ഓക്കെ, അപ്പം സുമിത എന്താണ്, സുമിതയ്ക്ക് എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം? പാട്ടൊക്കെ പാടുവോ? സിനിമ കാണുവോ? ഇല്ല. സിനിമയൊക്കെ കാണുവോ? സിനിമ കാണും. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? വെറുതെ ചോദിക്കാം. മോഹൻലാൽ. മോഹൻലാൽ കൊട്ടുകൈ. മമ്മൂക്കോട്ട് മോശമല്ല കേട്ടോ. ദൈവം ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മമ്മൂക്ക ഫാൻസ് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. കാരണം നേരെ കല്ലെറിയരുത് ദൈവം. ഇത് ഞങ്ങൾക്ക് മമ്മൂക്കയും ലാലേട്ടനും രണ്ടും നമ്മളുടെ രണ്ട് തൂണുകളാണ് മലയാളത്തിന്റെ, അല്ലേ? അതാണ് ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സുമിത ചേച്ചി. അല്ലെ, 18. ശരി, 18ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സുമിത നോക്കിക്കോളൂ. 18 ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ, സ്വർണ്ണ ഇല്ല കേട്ടോ. വിഷമായോ? വീണ്ടും വിളിക്കുക. 18ന്റെ ഉള്ളിൽ സ്വർണ്ണ ഇല്ല, സാരില്ല, വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ് സുമിത. അടുത്ത പ്രാവശ്യം വിളിക്കുക. ബൈ. ശരിക്കും എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇനിയും ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒക്കെ ആ ഒരു പൊസിഷൻ, ഇപ്പം ഫഹദ് ഫാസിലുണ്ട്, നിവിൻ പോളി ഉണ്ട്, പിന്നെ ഇപ്പോൾ ഉള്ള ബേസിൽ ജോസഫ്, അല്ലേ, ടോവിനോ, ഇതുപോലെയുള്ള പുതിയ നടന്മാർ ഒരുപാടുണ്ടെങ്കിലും ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയും സ്ഥാനം ചെറുതായിട്ടെങ്കിലും ഒന്ന് മാഞ്ഞു തുടങ്ങണമെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നു ഇനിയും ഒരു 1-2 തലമുറകളും കൂടെ കഴിയണം. എന്നാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് മാഞ്ഞു തുടങ്ങണം. അത്രത്തോളം അവരത് അവിടെ സ്ഥാനം പിടിച്ചെടുത്ത 2 പേരാണ് ശരിക്കും. അപ്പോൾ ആ ഒരു ചോദ്യം തന്നെ ലാലേട്ടനാണോ മമ്മൂക്കാണുള്ള ചോദ്യം തന്നെ വേണ്ട, രണ്ടുപേരും ഈക്വലി. നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? നിഷ. എന്താ പേര്? നിഷ. എവിടെന്നാ വിളിക്കുന്നത് നിഷ? പുതിയപുര. ശരി, എന്തൊക്കെയാണ് നിഷ അവിടെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആരൊക്കെ ഉണ്ട്? ചേട്ടനുണ്ട്, മോളുണ്ട്. ശരി, മോൾ എന്താ പഠിക്കാണോ? മോള് 7ാം ക്ലാസ് പഠിക്കും. 7ാം ക്ലാസ്സിൽ. നാളെ പരീക്ഷ തുടങ്ങായിരിക്കും അല്ലേ? നാളെ പരീക്ഷ. അപ്പൊ ഇപ്പൊ പഠിക്കാണോ? ഇല്ല, ഇപ്പൊ പഠിക്കില്ല. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 64. 64. ഓക്കെ, 64ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിഷയല്ലേ? നിഷ ഓർ ജിഷ? ഓക്കെ, നമുക്ക് തുറന്നു നോക്കാം. 64. നോക്കിക്കോളൂ. അയ്യോ, 64ന്റെ ഉള്ളിൽ സ്വർണം ഇല്ലല്ലോ. സാരില്ല. മോളുടെ പേര് പറയൂ. മിയ. ശരി, ഓക്കെ. അപ്പൊ മിയ കുട്ടിക്ക് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് നിഷയാണ്. ഇതുവരെ വന്നതിൽ നമുക്ക് ഒരു സ്വർണം മാത്രമേ ഇന്ന് പോയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് മായ മനോജ്. ആഹാ, എവിടെന്നാ വിളിക്കണേ? ചെല്ലമംഗലം. മുൻപ് വിളിച്ചിട്ടുണ്ടോ മായ മനോജ്? ഇല്ല, വിളിച്ചില്ല. ഫസ്റ്റ് ടൈം ആണ് അല്ലേ? അതെ. ശരി, ഓക്കെ. ഫസ്റ്റ് ടൈം ആണോ ട്രൈ ചെയ്യുന്നത്? അതെ. ഓക്കെ, ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം തന്നെ കിട്ടുകയും ചെയ്തു. നല്ല ഭാഗ്യമുണ്ടല്ലോ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, മോനും മോളും ഒക്കെ ഉണ്ട് അല്ലേ? ശരി, ഓക്കെ. അപ്പം മക്കളൊക്കെ എന്താ സ്കൂളിൽ പഠിക്കുകയാണോ കോളേജിൽ പഠിക്കുകയാണോ? മക്കള് കോളേജിൽ പഠിക്കുക. മോള് +2, മോൻ M.Com പഠിക്കുന്നു. M.Com പഠിക്കാണ്. ഓക്കെ, ശരി. അപ്പം മായ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫാണ്. ശരി, ഓക്കെ. അപ്പൊ ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. സ്വർണ്ണം ഉണ്ടോ നോക്കാം. 17 ആണോ? ഓക്കെ, 17 ഉള്ളിൽ സ്വർണ്ണമുണ്ടോ നമുക്ക് നോക്കാം. ചേച്ചി നോക്കിക്കോളൂ, ശ്രദ്ധിച്ച് നോക്കിക്കോളേ. തുറക്കുന്നു. അയ്യോ, 17ന്റെ ഉള്ളിൽ സ്വർണ്ണമില്ലല്ലോ. സാരില്ല. പക്ഷെ നമുക്ക് ഒറ്റ അവസരമേ ഉള്ളൂ. അയ്യോ, ശരിയത് സ്വർണ്ണം ഇല്ലെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ? ഉണ്ടെന്നല്ലോ. അപ്പൊ സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ചിരി എന്ന് നിൽക്കും. അതാ കിട്ടാഞ്ഞിട്ട് ഇത്ര ചിരി. അപ്പൊ കിട്ടിയിരുന്നെങ്കിൽ എന്താ വരുന്ന എന്നും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച് ചേച്ചി. വീണ്ടും വിളിക്കുക. ഓക്കെ, ബൈ. സത്യം പറഞ്ഞാല് ചേച്ചിയുടെ ചിരി കേട്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു.
ഈ ചിരി എന്ന് പറയുന്നത് ഭയങ്കര കണ്ടേജിയസ് ആണ്. ഒരാൾ ചിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കും പതിയെ ആ ചിരി എങ്ങനെ വരും. അതുപോലെയാണ് മായ ചേച്ചിയുടെ ചിരി. എന്തായാലും അടുത്ത പ്രാവശ്യം ചിരിക്കാൻ ഒരു കാരണം ഒന്നും കൂടി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിളിക്കുമ്പോൾ സ്വർണം കിട്ടട്ടെ. ഓക്കെ, അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പ്രമീള. എവിടുന്നാ വിളിക്കണേ? പ്രമീള, ഉള്ളൂര്. ഓക്കെ, മക്കളൊക്കെ വീട്ടിലെല്ലാരും? മക്കളൊക്കെ വലിയ കുട്ടികളാണ്, കല്യാണം എല്ലാം കഴിഞ്ഞു. ഓക്കെ പ്രമീല ചേച്ചി, അപ്പം എന്താ വെറുതെ ഇരിക്കുമ്പോ എന്താ ഹോബി? മക്കളൊക്കെ ജോലികളൊക്കെ നോക്കാം, അത്ര തന്നെ. ഓക്കെ ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ചേച്ചി. ലാസ്റ്റ് നമ്പർ 69. 69. ശരി, 69-നുള്ളിൽ സ്വർണം. ആ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നല്ലേ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് വിളിക്കാണ്. ശരി, അപ്പൊ 69 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. നമ്മുടെ പ്രമീല ചേച്ചിയെ കാത്ത് അതിന്റെ ഉള്ളിൽ സ്വർണമില്ല. സാരില്ല, വീണ്ടും വിളിക്കോ? അതും വിഷമിച്ച് മടുത്തിട്ടിട്ട് പോവോ? വീണ്ടും വിളിക്കോ? അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. ബൈ. ശരി, അപ്പൊ നമ്മുടെ അടുത്ത കോളർ റെഡി ആണെന്ന് തോന്നുന്നു. ആരാണ് നമുക്ക് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പ്രസന്നകുമാരി. എവിടുന്നാ വിളിക്കണേ? ആറ്റൻകുഴി. ശരി, എങ്ങനെയാണ് പ്രസന്നകുമാരി ചേച്ചി? എപ്പോഴും നല്ല പ്രസന്നതയോടെ ഇരിക്കുന്ന ആളാണോ അതോ എങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? മുത്തശ്ശിയാണ് വീട്ടിൽ. ഓ, വീട്ടില് മുത്തശ്ശിയാണ്. ആഹാ, അപ്പൊ നല്ല പ്രസന്നവതിയായിട്ടിരിക്കുന്ന അമ്മയാണ് അല്ലേ? അതാണ്. എന്നിട്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ടോ ഇവിടെ അടുത്ത്? കൊച്ചുമക്കള് അമ്പലത്തിൽ ഉത്സവം അങ്ങനെ പോയിരിക്കുന്നു. വിളിക്കണോന്ന് ആർത്തിച്ചിരുന്നതായിരുന്നു. ആഹാ, അത് ശരി, കുഴപ്പമില്ല. നമുക്ക് സ്വർണം കിട്ടുകയാണെങ്കിൽ അവര് വരുമ്പോ അവരോട് പറയാലോ അല്ലേ? പറയാം. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ അമ്മ. 25. 25 നമ്മുടെ അമ്മയുടെ പേരെന്താ? പ്രമീള അല്ല, എന്താ പേരെന്താ? പേര് പറയാമോ ഒന്നൂടെ? ഹലോ, ആ പേര് പറയാമോ അമ്മ ഒന്നൂടെ? പ്രസന്നകുമാരി. ശരി, അപ്പൊ പ്രസന്നകുമാരി അമ്മ പറഞ്ഞു 25 തുറന്നു നോക്കുന്നു. അയ്യോ, കണ്ടുവോ? കണ്ടു. സാരില്ല, ഇപ്പൊ തൽക്കാലം സ്വർണ്ണ ഇല്ല, അതുകൊണ്ട് വിഷമിക്കണ്ട. വീണ്ടും വിളിക്കാം കേട്ടോ. ശരി അമ്മ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് പ്രസന്നകുമാരി എന്ന അമ്മയാണ്, മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോൾ അമ്മ വിളിച്ചിട്ട് 25 പറഞ്ഞു. 25-ന്റെ ഉള്ളിലും സ്വർണ്ണമില്ല. അപ്പോൾ നമ്മുടെ സലീന ചേച്ചി വീട്ടിലിരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. കണ്ടോ, ഇന്ന് എനിക്ക് മാത്രമേ സ്വർണം കിട്ടിയിട്ടുള്ളൂ എന്നിങ്ങനെ നോക്കുകയാണ്. പക്ഷേ നമുക്ക് വാട്സാപ്പിൻ്റെ കാര്യം മറക്കണ്ട. വാട്സാപ്പിലൂടെയും ആർക്കെങ്കിലും ഒക്കെ സ്വർണം കിട്ടുമായിരിക്കും അല്ലേ? അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് പ്രവീൺ. എവിടുന്നാ വിളിക്കണേ? പ്രവീൺ, മണക്കാട്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഗൾഫിലായിരുന്നു, മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മുൻപ് വിളിച്ചു. ഓക്കെ, അപ്പൊ ഗൾഫിൽ നിന്ന് എക്സ് ഗൾഫാണ്. ഓ, അത് ശരി. ഓക്കെ, ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായി പോകുന്നുണ്ടോ? കുഴപ്പമില്ല. എത്ര നാളും കൂടി ഉണ്ട് ഇനിയും? ഉടനെ പോകുന്നില്ല. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ പ്രവീൺ. നമ്പർ 68. 68. ഓക്കെ, 68-നുള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്രവീൺ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും മാത്രമേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് 68 തുറക്കാം. പ്രവീൺ, റെഡി അല്ലേ? നോക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് പ്രവീൺ. കണ്ടു, 68-നുള്ളിൽ സ്വർണമുണ്ട്. തേർഡ് ടൈം ട്രൈ ചെയ്ത് ഇപ്പൊ കിട്ടി, സ്വർണം കിട്ടി അല്ലേ? ശരിക്കും നോക്കുകയാണെങ്കിൽ 60കളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 68-നുള്ളിൽ സ്വർണവും ഉണ്ടായിരുന്നു. നല്ല ഭാഗ്യമുണ്ട് പ്രവീണിന് കേട്ടോ. അപ്പൊ എന്താണ്, ഈ സ്വർണ്ണ നാണയം അമ്മയ്ക്ക് കൊടുക്കോ? അമ്മയ്ക്ക് കൊടുക്കും. ശരി, അമ്മയ്ക്ക് സന്തോഷാവട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച ഡെഫിനറ്റ്ലി ഞാൻ പറയാം കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ കാണുമ്പോൾ അറിയിക്കാം. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കാം. ബൈ പ്രവീൺ.
ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്ന് 2 സ്വർണ്ണം, ഒന്ന് സലീന ചേച്ചിക്ക്, ഒന്ന് പ്രവീണുമാണ് സ്വർണ്ണം പൊരിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ തന്നെയായിരുന്നു. 60കളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്പർ പറഞ്ഞിരിക്കുന്നത്. ഇത്തവണയും ബാക്കി എല്ലാ റോസിനെക്കാട്ടിലും 60ആണ് ഏറ്റവും പറഞ്ഞിരിക്കുന്നത്. അതിൽ 68-നുള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. നല്ല രസമാണ് ഈ പാറ്റേൺ ഒക്കെ കാണാൻ. എന്തായാലും നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഇനിയുള്ള സമയം നമ്മൾ ഇതുവരെ അയച്ചവരിൽ നിന്നും ആരുടേതാണ് കറക്റ്റ് ഇതൊക്കെ നോക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി അതിലേക്ക് മെസ്സേജ് അയക്കരുത്, നമുക്കത് നോക്കാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പരിപാടി കഴിയുമ്പോഴും അതിലേക്ക് വിളിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും വിളിക്കരുത്, നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ വെറുതെ സമയം കളയണ്ട. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഓമനയാണോ? അതെ, ഓമന. ഓമന ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഒരു വട്ടം വിളിച്ചു, കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ല. ഓക്കെ, ശരി. അപ്പം വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും 2 മക്കളും. മുൻപ് സംസാരിച്ചിട്ടുള്ള ഓമന തന്നെയല്ലേ ഇത്? വിളിച്ചിട്ടുണ്ട്, വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശരി ശരി, ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ചേച്ചി, നോക്കാം നമുക്ക്. 20. ഓക്കെ, 20ക്കുള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. 20. അയ്യോ, സ്വർണ്ണ ഇല്ലല്ലോ. സാരില്ല, വിളിച്ചു കിട്ടുന്നില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഭാഗ്യം ഇങ്ങനെ കറങ്ങി തുടങ്ങുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് ഓമന, വീണ്ടും വിളിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ 2 സ്വർണ്ണ നാണയങ്ങളാണ് പോയിട്ടുള്ളത്. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഓൺ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. അപ്പോൾ എന്തായാലും ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരികയാണ്. ഇതുവരെ നമുക്ക് 2 സ്വർണ്ണ നാണയങ്ങളാണ് കോൾസ് വഴി പോയത്. വാട്സാപ്പിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വാട്സാപ്പിൽ ഇനിയും അയക്കേണ്ട, നമ്മൾ റിസൾട്ട്സ് ഒക്കെ നോക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അടുത്ത കോളറിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയണത്, ഞാൻ ഇട്ടിരിക്കുന്ന ജ്വല്ലറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സിന് സ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ടൈപ്പ് വൈറ്റ് സ്റ്റോൺസിൻ്റെ ഒക്കെ ജ്വല്ലറി നമുക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ ക്ലാസി ആയിട്ടൊരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ പ്യുവർ ഡയമണ്ട് തന്നെ ഇടണം. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന നെക്ലസ് എന്ന് പറയുന്നത് പ്യുവർ ഡയമണ്ടിൻ്റെ സ്റ്റോൺസ് ആണ്. കാണാൻ പറ്റും നിങ്ങൾക്ക്. എന്താ ഈ സൽവാറിൻ്റെ നെക്ക് പോലെ തന്നെ അതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇറ്റ് റിയലി മാച്ചസ് വെൽ. അതേപോലെ അതിൻ്റെ ആ കമ്മലും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു സെറ്റാണ്. കൂടെ ഈ വളയും കൂടെ വരുമ്പം ഇറ്റ് മേക്സ് എ ഗ്രേറ്റ് മാച്ച്. 2 ഉണ്ട് കേട്ടോ. ആ ഒരു സെറ്റാണത്. സോ അത് നല്ല, എനിക്ക് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഒട്ടും അങ്ങനെ ഒരു എഫേർട്ടില്ല, അത് ഒത്തിരി ബുദ്ധിമുട്ടി ഇടുന്ന ഒരു ഫീലിംഗ് ഇല്ല. ഇതിൻ്റെ കൂടെ നാച്ചുറലായിട്ട് ചേരുന്ന ഒരു സംഭവം. ഇതേപോലത്തെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുള്ളായ ഫൈൻ ജ്വല്ലറി നമ്മുടെ പോത്തി സ്വർണ്ണമഹലിൽ അവൈലബിൾ ആണ്. ഇത് പോത്തി സ്വർണ്ണമഹലിൻ്റെ ജ്വല്ലറിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അവിടുത്തെ പാറ്റേൺസ് പൊതുവെ എല്ലാം വളരെ ക്ലാസ്സിയാണ്. കുറച്ച് ഫൈൻ ജ്വല്ലറി ഒക്കെ കുറേ ഉണ്ട്. അക്ഷയ തൃതീയ ആയിക്കൊണ്ട് തന്നെ എല്ലാവരും ഇതേപോലെയുള്ള ഡിസൈൻസും ഒരു ചെറിയ രീതിയിലെങ്കിലും 1 പവൻ സ്വർണ്ണം എടുത്ത് വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളവരുണ്ട്. അക്ഷയ തൃതീയയുടെ അന്ന് സ്വർണ്ണം എടുക്കുന്നത് ഒരു ഐശ്വര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ 1 പവന് വെറും 1000 രൂപ കൊടുത്ത് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയേണ്ടത്. ആ റേറ്റ് ബ്ലോക്ക് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയ തൃതീയയുടെ അന്ന് പോയി നമ്മൾ സ്വർണ്ണം എടുക്കാൻ നോക്കുമ്പോൾ ഒന്നുകിൽ ഈ റേറ്റിന് അല്ലെങ്കിൽ ഇതിലും അന്നത്തെ റേറ്റ് കുറവാണെങ്കിൽ ആ കുറഞ്ഞ റേറ്റിന് എടുക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് അത് വിട്ട് കളയരുത്, നല്ലൊരു അവസരമാണ്. അങ്ങനെ എല്ലാവരും പോത്തി സ്വർണ്ണമഹലിൽ പോയി ഈ ഇത്ര ഓഫറും പിന്നെ അതേപോലെ നമ്മുടെ ഇതുപോലത്തെ ഡിസൈൻസൊക്കെ ഒന്ന് നോക്കുക, എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ
ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഞാൻ രത്നകുമാർ, എവിടുന്നാ വിളിക്കണേ സർ? ഉള്ളൂരിന്ന്. ഉള്ളൂരിന്ന്. എന്താ ചെയ്യുന്നേ? ഞാനൊരു റിട്ടയർഡ് ആണ്. റിട്ടയർഡ് ഓക്കെ. ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ് അല്ലേ? ഓക്കെ ഓക്കെ സർ. അപ്പോൾ എന്താണ് റിട്ടയർഡ് ലൈഫിൽ എന്താണ് ഏറ്റവും എൻജോയ് ചെയ്യുന്നത്? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, എന്തെങ്കിലും എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ? ഈ സമയം ഒരുപാട് കിട്ടുമ്പോൾ നമ്മൾ എനിക്ക് ഒത്തിരി പ്രായമുണ്ട്, അത് കാരണം ഞാൻ ഇപ്പോൾ നേരത്തെയൊക്കെ ജോലിക്ക് പോകുമായിരുന്നു. ഇപ്പൊ വെറുതെ വീട്ടിൽ. കോവിഡിന് ശേഷം പിന്നെ ഒന്നിനും പോകുന്നില്ല. ഓക്കെ. കോവിഡിന് ശേഷം. ഓക്കെ. ഇടയ്ക്കൊക്കെ നടക്കാനൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒന്ന് നോക്കും? നടക്കാനൊക്കെ എല്ലാ ദിവസവും രാവിലെ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പോകും. വെരി ഗുഡ് വെരി ഗുഡ്. അത് ഭയങ്കര നല്ല കാര്യം. ശരി, അപ്പൊ എന്തായാലും നമുക്ക് സ്വർണം കിട്ടുമെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നോക്കിക്കോളൂ. 43 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാറിന് 43-നുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാറില്ല, എന്തായാലും ഞങ്ങളുടെ പരിപാടിയിലേക്ക് വിളിച്ചല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാർ വീണ്ടും വിളിക്കണം. അടുത്ത ആഴ്ച എല്ലാ ഞായറാഴ്ചയും ഉണ്ട് കേട്ടോ. അടുത്ത ആഴ്ച വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് ഒരു റിട്ടയർഡ് ഇലക്ട്രിസിറ്റി ഓഫീസറാണ്. അദ്ദേഹം എന്തായാലും 43 പറഞ്ഞ നമ്പർ. 43-ൽ സ്വർണം ഇല്ലായിരുന്നു. സാരില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടുന്ന് വിളിക്കണേ? ഷീജ. തൃശ്ശൂരിന്ന്. ഓക്കെ, എന്തുട്ടാ വിശേഷങ്ങൾ തൃശ്ശൂരൊക്കെ? നല്ല വിശേഷം. ഓക്കെ, ചൂടല്ലേ? നല്ല ചൂടായിരിക്കും അവിടെ. ഇവിടെ നല്ല ചൂടാണ്. അപ്പൊ തൃശ്ശൂർ പാലക്കാടൊക്കെ നല്ല ചൂടായിരിക്കും അല്ലേ? ശരി. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ട നമ്പർ 55. ശരി, 55-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. ആരൊക്കെ ഉള്ളത് വീട്ടില്? മാത്രല്ലോ. അപ്പൊ അങ്ങനെ രഹസ്യമായിട്ടൊരു സ്വർണം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? ശരി, 53 ഞാൻ തുറക്കാൻ പോവാൻ. നോക്കിക്കോളൂ. 55 അല്ലേ പറഞ്ഞേ? 5. ശരി, 55 ഞാൻ തുറക്കാൻ പോവാ. അയ്യോ, 55-നുള്ളിൽ സ്വർണം ഇല്ലല്ലോ. സാരില്ല, ഇത്തിരി ഭാഗ്യമില്ലാണ്ടായി പോയി ഇന്ന്. പക്ഷെ വിളിച്ചു കിട്ടിയില്ലേ, അപ്പൊ തീരെ ഭാഗ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഗിരിജ. എവിടുന്നാ വിളിക്കണേ? ഗിരിജ, വർക്കല. ശരി, ഭയങ്കര സീരിയസ് ആണല്ലോ. ടീച്ചറാണോ ഗിരിജ ചേച്ചി? അല്ല, വീട്ടമ്മയും ടീച്ചറൊക്കെ ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശബ്ദത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ രണ്ടും ഒരു സ്ട്രിക്ട്നെസ് ഉണ്ട്. വീട്ടമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രിക്ട്നെസ് വേണം അല്ലേ? ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിക്ട്നെസ് വേണം. ഞാൻ പേര് പറയുന്നതായിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ടീച്ചറും മറ്റോ ആയിരിക്കും. ശരി, അപ്പൊ എന്തായാലും വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? മക്കളൊക്കെ കെട്ടിച്ചോണ്ടൊക്കെ പോയി. ഞാനും എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. ഓക്കെ. ശരി, അപ്പൊ മക്കളൊക്കെ വരാറുണ്ടോ കാണാനൊക്കെ ഇടയ്ക്കിടയ്ക്ക്? അടിച്ചോറൊക്കെ വരും. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ചേച്ചി. 33. ശരി, 33-ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗിരിജ ചേച്ചി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് കോളറിന് സ്വർണം കിട്ടുമോ നോക്കാം. 33 തുറക്കാൻ പോവാ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. വിഷമായോ? ആണോ? സാരില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടും തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരുപാട് പേര് ഇതുവരെ വിളിച്ച് ട്രൈ ചെയ്തിട്ട് അവസാനം ഒരു ദിവസം കിട്ടാറുണ്ട്. അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. ശരിയാണ് കേട്ടോ, കുറേ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് മടുപ്പ് തോന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ മടുക്കണ്ട. ശരി, അപ്പോൾ വാട്സാപ്പിൻ്റെ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ട സമയമാണ്. നമുക്കിന്ന് വാട്സാപ്പിലൂടെ ഒരാളാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞത്. ഇത് ട്രിവാൻഡ്രത്ത് നിന്നും ഗീത ആണ് സ്വർണ്ണമുള്ള നമ്പർ പറഞ്ഞത്. 35 ആണ്, 35. അപ്പോൾ 35
35 നമുക്കൊന്ന് തുറന്നു നോക്കാം. 33 വരെ ആരോ വന്നിട്ടുണ്ടായിരുന്നു. 35 ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ 33 പറഞ്ഞ ആളിപ്പോൾ തലയിൽ കൈവെക്കുമായിരിക്കും. 35 നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്കോളൂ. കൺഗ്രാറ്റുലേഷൻസ് ഗീത. ഗീത, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ എന്ത് ഭാഗ്യമാണ്. വീട്ടിലിരുന്ന് വെറുതെ വാട്സാപ്പിലൂടെ മാത്രം എന്താ പറയുക, ജസ്റ്റ് മെസ്സേജ് അയച്ച ആൾക്ക് സ്വർണം വീട്ടിലെത്തുക എന്ന് പറയുന്നത് സ്വർണ്ണവർഷത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. സോ ഗീത, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ എന്തായാലും ഇന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു 3 പേർക്കാണ് സ്വർണം കിട്ടിയത്. ഒരാൾ വാട്സാപ്പ്, 2 പേര് കോളിലൂടെയുമാണ് കിട്ടിയത്. എന്തായാലും ഇന്ന് എനിക്ക് വളരെ എന്താ പറയുക, നമ്മൾ പൊതുവേ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ എനിക്കിന്ന് ഞാൻ ഇട്ട ഡ്രസ്സിനോടൊപ്പം ഉള്ള ഈ ഓർണമെൻറ്റ്സും ജ്വല്ലറിയും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്, ഈ ഒരു ഡയമണ്ട് നെക്ലേസും കാര്യങ്ങളും. സോ താങ്ക് യു സോ മച്ച് പോത്തി സ്വർണ്ണമഹൽ. കാരണം ഇത്രയും നല്ല ഡിസൈൻസ് പല സ്ഥലങ്ങളിലും കിട്ടില്ല. അഥവാ കിട്ടുകയാണെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മേക്കിംഗ് ചാർജും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും പോത്തി സ്വർണ്ണമഹലിൽ അക്ഷയ തൃതീയയുടെ ഓഫറൊക്കെ നടക്കുകയാണ്. 1000 രൂപ ഒരു പവന് കൊടുത്ത് നിങ്ങൾക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കുറഞ്ഞ വിലയ്ക്ക് അക്ഷയ തൃതീയയുടെ അന്ന് നിങ്ങൾക്ക് സ്വർണം പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ അതൊന്നും ആരും വിട്ട് കളയരുത്. ട്രിവാൻഡ്രത്തുള്ള പോത്തി സ്വർണ്ണമഹൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ലൊരു വീക്കെൻഡ് ആവട്ടെ, നല്ല ഞായറാഴ്ച ആവട്ടെ. കുട്ടികൾക്കൊക്കെ പരീക്ഷ തുടങ്ങുന്ന സമയമാണ്. ഒരുപാട് പ്രഷറും സ്ട്രെയിനും ഒന്നും കൊടുക്കാതെ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ കുട്ടികളൊക്കെ ഇരിക്കട്ടെ. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പരീക്ഷയ്ക്ക് 100 കിട്ടിയിട്ട് എപ്പോഴും വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെയല്ല, നല്ല ഹാപ്പി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസായി അവർ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ദീപ രാഹുൽ ഈശ്വർ സൈനിങ് ഓഫ് ഫ്രം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.